മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ശാലോം ടി വിയുടെ എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിലൂടെ എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ആ അനുഗ്രഹങ്ങളെയൊക്കെ ശാലോം പ്രേക്ഷകരുമായി പങ്കുവെച്ച് അവർക്കും ഒരു നല്ല ദൈവ അനുഭവം, പരിശുദ്ധ അമ്മ ഏതൊക്കെ തരത്തിൽ നമ്മളെ അനുഗ്രഹിക്കും എന്ന്, അമ്മയുടെ അനുഗ്രഹം എത്ര സമൃദ്ധമാണ് എന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് സന്തോഷവും താല്പര്യവുമുണ്ട്. എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ കാനായിലെ കല്യാണ വീട് നമുക്കറിയാം. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു സമൃദ്ധിയാണ് അമ്മ അവിടെ നൽകിയത്. അമ്മ സമൃദ്ധി നൽകിയപ്പോൾ ആ വീടിനൊരു കുറവുമില്ലാതെ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. ഇതുപോലെയാണ് എൻ്റെ ജീവിതാനുഭവങ്ങളും. ഒരു കുറവും കൂടാതെ കാനായിലെ ആ കല്യാണ വീടിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിച്ച ഒരു ജീവിതമാണ് എൻ്റേത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുപ്പത്തിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന, പരിശുദ്ധ അമ്മയുടെ മഹത്വമേറിയ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ഭവനത്തിൽ ജനിച്ചു വളരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന സംരക്ഷണത്തെപ്പറ്റിയും സുരക്ഷിതത്വത്തെപ്പറ്റിയും ഒക്കെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഒത്തിരിയേറെ കേൾക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അങ്ങനെ കേൾക്കാനിടയായ കാര്യങ്ങൾ അതൊക്കെ എൻ്റെ ഉള്ളിലങ്ങ് നിറഞ്ഞു നിന്ന് അതെൻ്റെ ജീവിതം മുഴുവനും എന്നെ നയിക്കുകയായിരുന്നു എന്ന് പറയാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനും ഒരു ദിവസം പോലും മുടങ്ങാതെ കൊന്ത ചെല്ലാനും ഈ കൊന്തയുടെ മഹത്വത്തെക്കുറിച്ചും നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ നൊവേനയിൽ പണ്ടുണ്ടായിരുന്ന കഥകളൊക്കെ അമ്മ പറഞ്ഞു തന്ന് കേൾക്കാനും അങ്ങനെ അതൊക്കെ ഹൃദയത്തിൽ പതിക്കാൻ ഇടയായി. പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ അമ്മയെ എപ്പോഴും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റേത്. കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ പോകുന്ന കാലഘട്ടത്തിലും ഒക്കെ എനിക്ക് പാമ്പ്, പട്ടി ഇതിനെയൊക്കെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കടയിലൊക്കെ പോകുമ്പോഴും എപ്പോഴും കൊന്ത ചെല്ലുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും എത്രയും ദയുള്ള മാതാവെ ചെല്ലുകയും ഒക്കെ ചെയ്തങ്ങ് പോയി. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും അമ്മയോട് ഒത്തായിരുന്നു ഒരു ജീവിതം. പിന്നെ അല്പം കൂടി വളർന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആരും പറയാതെ വളർന്നു വന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. നസ്രത്തിലെ കൊച്ചു തിരുക്കുടുംബത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച്. അതായത് ഈശോയെ, മാതാവ്, യൗസപിതാവ്, ഈ 3 പേരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ ഉണ്ണീശോയ്ക്ക് ശുശ്രൂഷ ചെയ്തും പറയുന്ന ജോലികളൊക്കെ ചെയ്തും അവർക്ക് ശുശ്രൂഷ ചെയ്ത് ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം അതെത്ര നല്ലതായിരുന്നു. അങ്ങനെ ആ കുടുംബത്തിലായിരിക്കുക എന്നുള്ളത് എത്ര നല്ലൊരു അനുഗ്രഹപ്രദമായ കാര്യമാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സ്കൂളിലേക്കൊക്കെ പോയ കാലഘട്ടത്തിലും ഇതുപോലെ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിക്കുക,
അമ്മയെ സ്നേഹിക്കുക. അതോടൊപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നൊരു കാര്യം, എപ്പോഴെങ്കിലും ആരെങ്കിലും അമ്മയ്ക്കെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ സഭയ്ക്കെതിരെ സംസാരിക്കുകയോ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം മനസ്സിന് തോന്നുമായിരുന്നു. സ്കൂൾ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ മുഴുവനും പരിശുദ്ധ അമ്മ മനസ്സിൽ നിറഞ്ഞിരുന്നു. അന്ന് സ്കൂളിൽ പാഠപുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് ലോകചരിത്രം പഠിച്ചപ്പോൾ ലോകചരിത്രത്തിൽ ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പാഠങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ കോളേജിൽ പോകുന്ന ആ കാലഘട്ടം ആയപ്പോൾ അപ്പോഴേക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതവും എൻ്റെ ദൈവവിളിയുമായിട്ട് ഒത്തിരി താരതമ്യപ്പെടുത്തുകയും എൻ്റെ ദൈവവിളിയെ സപ്പോർട്ട് ചെയ്യണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം ഈ ദൈവവിളി സ്വീകരിക്കുക, പൗരോഹിത്യം സ്വീകരിക്കുക എന്നുള്ളത് അത്ര ജീവിതം കൊണ്ടുള്ളൊരു കളിയാണല്ലോ. അതെവിടെയെങ്കിലും വെച്ച് പരാജയപ്പെടുമോ, എന്തെങ്കിലും പറ്റി പൂർത്തിയാക്കാൻ പറ്റാതെ വരുമോ എന്നുള്ള ഒരു ഭയങ്ങളൊക്കെ മനസ്സിൽ വല്ലാതെ തിങ്ങി നിറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയോടുള്ള നൊവേനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതീ യുവാക്കന്മാർക്ക് പരിശുദ്ധാരൂപയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തം തിരഞ്ഞെടുക്കുവാനുള്ള വരം നൽകണമേ എന്ന ഒരു കാറോസൂസ പ്രാർത്ഥന. അത് നൊവേനയിലൊക്കെ പങ്കെടുക്കുമ്പം വളരെ താല്പര്യത്തോടെ എൻ്റെ ജീവിതത്തെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ നന്നായിട്ടത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജീവിതാന്തസ്സിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ തെറ്റുപറ്റരുതേ എന്ന ഒരു വലിയൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ദൈവവിളിയുമായി സംബന്ധിച്ച് പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിച്ചു. അന്നും പരിശുദ്ധ അമ്മ നമ്മളെ സംരക്ഷിക്കും എന്ന വലിയ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സഹനങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്ന അവസരങ്ങളുണ്ട്. അന്നൊന്നും ദൈവത്തെ തള്ളിപ്പറയാനോ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹത്തിന് പകരം സഹനങ്ങൾ ചിലപ്പോൾ കിട്ടിയല്ലോ, രോഗങ്ങൾ വന്നല്ലോ, അങ്ങനെ ഒരുപാട് ക്ലേശങ്ങൾ വന്നല്ലോ എന്ന ചിന്തയൊന്നും, ഒരു എതിർ ചിന്തയൊന്നും ഒരിക്കലും മനസ്സിൽ രൂപപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം മാത്രമാണ് മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് പഠിച്ചത്. അപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ലഭിച്ച ആ സാഹചര്യങ്ങളാണ് പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിക്കാനും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കും, പരിശുദ്ധ അമ്മ ജീവിതം മുഴുവനും വലിയ കൃപകൾ നൽകും എന്ന് ആ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ആ അനുഭവങ്ങൾ അത്രയും കിട്ടിയപ്പോൾ അത് വലിയ ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് നിന്നു. പിന്നെ എന്നും അമ്മയോട് കൂടെ ആയിരിക്കാൻ വലിയൊരു പ്രചോദനമായിട്ട് അത് തീർന്നു. പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഈ ദൈവവിളിയിൽ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നേ. അമ്മയാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യത്തിൻ്റെ ആ സമർപ്പിത ജീവിതത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു കരുത്ത് നൽകിയത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിൽ പോകണമെന്ന വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങ് ഇറങ്ങാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിൻവലിഞ്ഞു. എന്നിട്ട് പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് പോയി. പ്രീ ഡിഗ്രിയുടെ പഠനത്തിന് ശേഷം അപ്പോഴും ഞാൻ ഓർത്തു പോകാം. പക്ഷേ അന്നേരവും ധൈര്യം കിട്ടാതെ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വലിച്ച് പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോയി. അപ്പോൾ ഡിഗ്രിയുടെ പഠനത്തിന് ശേഷമാണ് പരിശുദ്ധ അമ്മയോട് ശക്തമായിട്ട് ഡിഗ്രി ഫൈനൽ ഇയർ പ്രാർത്ഥിക്കുകയും അമ്മേ കരുത്ത് നൽകി എന്നെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രത്യേകം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഒരു ശക്തി പകർന്ന് എനിക്ക് ഇറങ്ങാനായിട്ട് ധൈര്യം കിട്ടിയത്. സെമിനാരി പഠനകാലത്ത് പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം വൈദികരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ എന്ന് അന്നു മുതൽ നല്ലൊരു ബോധ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയാണ് പൗരോഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്ന ഒരു ചിന്തയും അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ കയറി. ദൈവശാസ്ത്ര പഠനത്തിൻ്റെ അവസാന സമയത്ത് ഒരു അനുഭവമുണ്ടായത്, എല്ലാവരും തീസിസ് എഴുതണമായിരുന്നു. തീസിസ് എഴുതിയപ്പോൾ ഞാൻ തീസിസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം വേണം എനിക്ക് എടുക്കാൻ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വലിയൊരാഗ്രഹം. അപ്പോൾ ഞാൻ അന്ന് മുതൽ തീസിസ് എഴുതാൻ വിഷയം തിരഞ്ഞെടുക്കാൻ പ്രൊഫസർ അധികാരികൾ പറഞ്ഞപ്പം മുതൽ ഞാൻ അതിനൊരു വിഷയം തപ്പിയായിരുന്നു. അവസാനം ഞാനൊരു വിഷയം കണ്ടുപിടിച്ചു. മേരി ദ പെർഫെക്റ്റ് ഡിസൈപ്പിൾ, പരിശുദ്ധ അമ്മ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണത എന്നതാണ് അതിൻ്റെ അർത്ഥം.
പോളറാമൻ പാപ്പായുടെ ചാക്രിക ലേഖനത്തിൽ ഒന്ന് എടുത്ത ഒരു വചനമായിരുന്നു അത്. പക്ഷെ ഞാൻ ഈ വചനം എടുത്തു കഴിഞ്ഞ് ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മേരി ദ പെർഫെക്റ്റ് ഡിസൈപ്പിൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ തീസിസ് എഴുതാൻ പോകുന്നത് എന്ന് അധികാരികളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഫസർ എന്നോട് ചോദിച്ചു, താൻ എന്ത് കണ്ടിട്ടാണോ ഈ വിഷയം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് എനിക്ക് എഴുതാനുള്ള താല്പര്യം കൊണ്ടാണ്. മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും ഗസ് വർക്കാണ്, താൻ എവിടെ നിന്നാണ് ഇതിനെ മാറ്റം കളക്ട് ചെയ്യുക എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആകപ്പാടെ അസ്വസ്ഥനായി. എങ്കിലും എനിക്കിത് പിന്മാറാനുള്ള എനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു പ്രൊഫസറുടെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മാതാവിനെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ഞങ്ങളെ മരിയോളജി പഠിപ്പിക്കുകയും ചെയ്ത പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഡയറക്ടറാവുകയും മേരി ദ പെർഫെക്റ്റ് ഡിസൈപ്പിൾ, പരിശുദ്ധ കന്യകാമാതാവ് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണത എന്ന തീസിസ് ഞാൻ പൂർത്തിയാക്കുകയും ചെയ്തു. എനിക്ക് 70% മാർക്കിൽ അതിൽ വിജയിക്കാനും സാധിച്ചു. അപ്പോൾ അന്ന് പരിശുദ്ധ അമ്മയോടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കേൾക്കുമ്പം ഞാൻ കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുകയും അമ്മയെക്കുറിച്ച് എന്നായാലും വേണ്ടില്ല, അമ്മയെക്കുറിച്ചുള്ള തീസിസേ ഞാൻ എഴുതുന്നുള്ളൂ എന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. അതായത് എന്നെ വഴി നടത്തി. അതായത് ഞാൻ ആദ്യം പറഞ്ഞത്, കാനായിലെ കല്യാണ വീട്ടിൽ ഒരു കുറവില്ലാതെ അമ്മ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇതുപോലെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതം മുഴുവനും ആ തരത്തിലാണ് എന്നെ അനുഗ്രഹിച്ചത്. അതായത് ഒരു കുറവും വരാതെ എൻ്റെ വഴികളിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരാജയവും എനിക്ക് സംഭവിക്കാതെ ആഗ്രഹിക്കുന്ന തരത്തിൽ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഞായറാഴ്ച പ്രസംഗങ്ങൾ. ഞായറാഴ്ച പ്രസംഗം പറയുവാനായിട്ട് എവിടെ നിന്നെല്ലാമൊക്കെയോ കഥകൾ ഒക്കെ തപ്പിപ്പിടിച്ച് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റ് പ്രസംഗം പറയുക എന്നുള്ളത് വലിയൊരു ഭാരമായി തീർന്നു. ഞാൻ അതിനൊത്തിരി ടെൻഷനും അനുഭവിച്ചു. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ടെൻഷൻ ഒരു കണക്കുമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഫാദർ അബ്രഹാം കടിയക്കുഴിയച്ചൻ നടത്തുന്ന മര്യധ്യാനത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ ആ മര്യധ്യാനത്തിൽ പോയി ഒരാഴ്ച പങ്കെടുത്തു. പിന്നെ തിരിച്ചു വന്നപ്പം മുതൽ വചനപ്രഘോഷണത്തിന് ഒരു ദാരിദ്ര്യവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ശുദ്ധമായിട്ട് ദൈവത്തിൻ്റെ വചനം മാത്രം, കഥകളോ മറ്റ് സംഭവങ്ങളൊക്കെ ആനുപാതികമായിട്ട് അതിനനുസരിച്ച് ഉള്ളത് പറയും. അല്ലാതെ കഥകളും പുരാണ കഥകളും മറ്റു പുസ്തകങ്ങൾ വായനയൊക്കെ അതോടെ ഞാൻ നിർത്തി. അങ്ങനെ ശുദ്ധമായി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പരിശുദ്ധ അമ്മ ആ മര്യധ്യാനത്തിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം വചനപ്രഘോഷണത്തിൻ്റെ മേഖലയിൽ എനിക്കൊരു ദാരിദ്ര്യം അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഞാൻ മെല്ലെ പള്ളി പണിയിലേക്ക് നീങ്ങി. ഇന്നേ വരെ 3 പള്ളികൾ പണി തീർത്തു. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പണിത പള്ളി പനമ്പളാവ് ഇടവകയിലാണ്. അവിടെ പഴയ ഒരു ഷെഡായിരുന്നു പള്ളി. അപ്പോൾ അവിടെ ഒരു പള്ളി പണിയണമെന്നുള്ള ആഗ്രഹത്തോടെയൊന്നും അല്ല ഞാൻ ആരംഭിച്ചത്. പക്ഷേ അന്ന് താമരശ്ശേരി രൂപതയുടെ ചാൻസലറായിരുന്ന ഇന്നത്തെ പിതാവ് റെമേജിയസ് അച്ഛൻ എനിക്ക് വേണ്ടി വന്ന് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഒരു വിദേശ സഹായത്തിന് സമർപ്പിച്ചു. അപ്പോൾ ആ പ്രോജക്റ്റ് തയ്യാറാക്കിയ ആ സമയം മുതൽ ഞാൻ പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മേ എന്തെങ്കിലും ഈ പള്ളി പണിയാനായിട്ട് തരണം. ഞാൻ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് കൊന്ത ചെല്ലുമ്പോൾ വിശുദ്ധ കുർബാനയിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും. ഒരു ദിവസം അന്ന് റെമേജിയസ് അച്ഛൻ ചാൻസലറച്ചനാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, 7.25 ലക്ഷം രൂപ പാസ്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥ ശക്തി എത്രയോ വലുതാണെന്ന് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ പള്ളി പണിയെക്കുറിച്ച് ആലോചിച്ചത് തന്നെ. ആദ്യത്തെ പൊതുയോഗത്തിൽ വെച്ച് പള്ളി വേണ്ട എന്ന് ഇടവകാജനം പറയുമോ എന്ന് പോലും എനിക്ക് ഭയമുണ്ടായിരുന്നു. ആ പള്ളിപ്പണി പൂർണ്ണമായും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു.
പരിശുദ്ധ അമ്മ അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ്. പക്ഷേ ഒരു കുറവും കൂടാതെ മനോഹരമായ ഒരു ദേവാലയം അവിടെ തീർക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടി. പിന്നെ ഞാൻ പെരുവണ്ണാമൊഴി ഇടവകയിലേക്കാണ് വരിക. അപ്പോൾ പെരുവണ്ണാമൊഴി ഇടവകയിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഉടനെ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് ഒത്തിരി സമയം ഞാൻ പ്രാർത്ഥിച്ചു. പണിത 3 പള്ളികളും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഇടവകയിലെ പള്ളികളാണ് പണിതത്. അപ്പോൾ അവിടെ ഞാൻ പുതിയ ഇടവകയിലെ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ അവിടെ അമ്മയോട് ഇങ്ങനെ പ്രത്യേകം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്. പെരുവണ്ണാമൊഴിയിൽ ചെന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് പെരുവണ്ണാമൊഴി അങ്ങാടിയിൽ ഒരു ഗ്രോട്ടോ പണിയുക. 3 ദിവസം പരിശുദ്ധ അമ്മയുടെ ഈ സ്വരം ഞാൻ കേട്ടു. എന്തായാലും ഞാൻ അവിടെ പ്രാർത്ഥിച്ചു, ഒരുങ്ങി പുതിയ ഇടവകയിലെത്തി ഞാൻ ആദ്യം ചിന്തിച്ചതും ഈ ഗ്രോട്ടോയെക്കുറിച്ചാണ്. അവിടെ അന്നുണ്ടായിരുന്ന കൈക്കാരനെയും കൂട്ടി ഇതിന് സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നടന്നു. ഒത്തിരിയേറെ കണ്ട് സൗകര്യപ്രദമായ സ്ഥലങ്ങളൊക്കെ ഇറിഗേഷൻ്റെ കയ്യിലുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ അവിടെ നിന്നും സാധ്യമല്ലാത്തതുകൊണ്ട് പിന്നെ അവസാനം നല്ലൊരു മനുഷ്യന് അങ്ങാടിയിൽ തന്നെ മനോഹരമായ ഒരു ഗ്രോട്ടോ പണിയുന്നതിനുള്ള ഒരു സ്ഥലം തന്നു. അവിടെ ആ ഗ്രോട്ടോ പണിയുന്നിടത്തും ഒരുപാട് അനുഗ്രഹങ്ങൾ, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അവിടെ അനുഭവപ്പെട്ടില്ല. ആൾക്കാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒത്തിരിയേറെ പൈസ തന്നു. അപ്പോൾ ആ പണം ഉപയോഗിച്ച് മനോഹരമായ ഒരു ഗ്രോട്ടോ അവിടെ പണിതു. അവിടെ പരിശുദ്ധ അമ്മയുടെ വേഷം സാരിയാണ്. സാരി അവിടെ നേർച്ചയാക്കി. ഇന്ന് ആ വഴി കടന്നു പോകുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ള മനോഹരമായ ഒരിടം എന്ന് മാത്രമല്ല, ഒരുപാട് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് നേർച്ചയായിട്ട് സാരി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് അവിടെ വലിയൊരു നേർച്ചയായിട്ട് അത് തീർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ദേശത്തിന് ഒരു അനുഗ്രഹമായിട്ട് അവിടെ ആ ഗ്രോട്ടോ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ ആഗ്രഹപ്രകാരം നമ്മളൊന്ന് ചെയ്യുമ്പോൾ അത് ഭയങ്കര അനുഗ്രഹമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഈ പള്ളികളൊക്കെ പണിയുമ്പോൾ എന്നും ഞാൻ തിരഞ്ഞെടുക്കുന്ന പള്ളിക്ക് തറക്കല്ലിടുന്നതിന് തിരഞ്ഞെടുക്കുന്നതും പള്ളി വെഞ്ചരിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നതും സെപ്റ്റംബർ 8 എന്ന ഡേറ്റാണ്. കാരണം ഒറ്റ ആഗ്രഹമുള്ളൂ, പരിശുദ്ധ അമ്മയ്ക്ക് ഈ പണിയുന്ന പള്ളികൾ ഒക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. മറ്റൊരു താല്പര്യവും ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ 8 തറക്കല്ലിടും. എന്നിട്ട് ഞാനത് പരിശുദ്ധ അമ്മയ്ക്കും കൊടുക്കും, അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കും. പള്ളി വെഞ്ചരിക്കുന്നതും അതേ ദിവസം തന്നെ സെപ്റ്റംബർ 8 പള്ളി വെഞ്ചരിച്ച് അതും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. നമുക്കൊക്കെ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ പല പള്ളികളുടെയും പണിയിൽ കൃത്യസമയത്ത് തീരുമോ എന്ന് വലിയ ഒരു സംശയം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ പണിത പള്ളികളിലെല്ലാം സാഹചര്യം നോക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇത് തീരുമോ ഇങ്ങനെ എപ്പോഴും സംശയം പ്രകടിപ്പിക്കും. അപ്പോൾ അന്നൊക്കെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനങ്ങ് വിശ്വസിക്കും. കർത്താവ് പറഞ്ഞൊരു വചനമുണ്ടല്ലോ, നീ വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംശയിക്കാതിരിക്കുകയും ചെയ്താൽ നിനക്കത് സാധിച്ചു കിട്ടും. അത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഈ ഇടവകയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ, ഇപ്പോൾ ഈ പണിത ഈ പള്ളി പോലും ഒരു മനുഷ്യനും വിശ്വസിച്ചില്ല കഴിഞ്ഞ ഡിസംബർ 8 ഈ പള്ളി വെഞ്ചരിക്കുമെന്ന്. പക്ഷേ ഒരു മനുഷ്യർ പോലും വിശ്വസിക്കാത്ത അവസ്ഥയിൽ ഞാൻ വിശ്വസിച്ചു, ഇത് കർത്താവ് എനിക്ക് തീർത്ത് തരും. അപ്പം നമ്മൾ ചെയ്യുന്നത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഈ ആലയം കർത്താവിൻ്റെതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വമാണ് ഓരോ ദേവാലയവും എടുത്തു കാണിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ പണിയുന്ന ആളിന് പ്രസക്തിയില്ല, പണിയുന്ന പണിക്കാർക്ക് പ്രസക്തിയില്ല, ഇവിടെ ഒന്നും ചെയ്യുന്നവർക്കൊരു പ്രസക്തി ഞാൻ കാണുന്നില്ല. ഇവിടുത്തെ പ്രസക്തി മുഴുവൻ വിശുദ്ധ കുർബാനയുടെ മഹത്വമാണ്. അപ്പം വിശുദ്ധ കുർബാനയുടെ മഹത്വത്തിനായിട്ട് പണിയുന്ന ഓരോ ആലയത്തിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടായിരിക്കും. അമ്മ എന്നും അവിടെ നമുക്കൊരു അനുഗ്രഹമായി. കാരണം പള്ളി പണി നടക്കുന്ന സമയത്ത് അമ്മ തന്നെ ഓടി നടന്ന പണികൾ ചെയ്യിക്കുന്ന അതാണ് ഒരു ശൈലി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വലിയ ഭാരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അമ്മ തന്നെ പണിയെടുപ്പിക്കുന്ന, അമ്മ തന്നെ അതിനു വേണ്ട സാമ്പത്തിക
സഹായങ്ങൾ എത്തിച്ചു തരുന്ന ഒരു രീതി എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് അമ്മയുടെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഏത് ലോകത്തിൻ്റെയും ആരുടെ മുമ്പിലും ഞാൻ എന്നും ഏറ്റുപറയാൻ തയ്യാറാണ്. കാരണം അമ്മ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏത് കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ, അമ്മയ്ക്ക് വിട്ടുകൊടുത്താൽ അമ്മ അത് ഏറ്റെടുത്ത് സുന്ദരമായിട്ട് കാര്യങ്ങൾ നടത്തും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈ വചനം ഓർക്കുക, അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശാന്തരായി ഇരുന്നാൽ മതി. ഇത്രയും പള്ളികളൊക്കെ നടത്തിയെങ്കിലും ഈ പണിയുന്നതിൻ്റെ ഒരു ടെൻഷനൊന്നും ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. കാരണം പള്ളിപണി കാണുന്നവരും ഇങ്ങനെ വേഗം വേഗം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ കാണുന്നവരൊക്കെ വിചാരിക്കും ഈ അച്ഛൻ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നു. ഞാൻ ഒരു ടെൻഷനും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ അല്പം പോലും ടെൻഷൻ എൻ്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അത് പരിശുദ്ധ അമ്മ നടത്തുന്നു, എൻ്റെ മുകളിൽ വേറെ ആരോ ഉണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ചിന്തയാണ് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോക്കി നോക്കി അമ്മ വഴി നടത്തുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിറഞ്ഞ അനുഭവമായിട്ടുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 18 വർഷമായി പൗരോഹിത്യം സ്വീകരിച്ചിട്ട്, ഇത്രയും കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അമ്മ എന്നെ വഴി നടത്തിയത് അമ്മയുടെ കരം പിടിച്ചാണ് നടത്തിയതെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചാൽ അമ്മ ചെയ്യാത്തൊരു കാര്യവുമില്ല. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. അമ്മ നമ്മളെ നയിക്കുന്നത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്കാണ്. പലപ്പോഴും നൊവേനകൾ പുസ്തകങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം കുറച്ച് വരുന്നതായിട്ട് നമ്മൾ കാണാം. പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു പോയോ എന്ന് പോലും സംശയിക്കുന്ന, അങ്ങനെയൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന രീതിയിൽ ചില സംസാരങ്ങളോ ചില പ്രാർത്ഥനകൾ പോലും ഒക്കെ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ കാണാം. പക്ഷേ അമ്മ സഹരക്ഷകയാണ്, ദൈവപുത്രൻ്റെ മാതാവാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ അടുത്ത് ചെന്നാൽ അമ്മ നമ്മളെ ദിവ്യകാരുണ്യത്തിലേക്ക് നയിക്കുകയല്ലാതെ അമ്മ ഒരിക്കലും അമ്മയുടെ അടുത്ത് മക്കളെ ആരെയും പിടിച്ചു നിർത്താറില്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ നിന്ന് പഠിക്കണമെന്ന്. പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ നമുക്കും പഠിക്കാം. ഈ അമ്മയുടെ സ്കൂളിലാണ് നമ്മൾ പഠിക്കുക. കാരണം തിരുക്കുമാരനെ വളർത്തിയത് ഈ അമ്മയാണ്. ഇന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് മക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നതും ഈ അമ്മയാണ്. അതുകൊണ്ട് സ്നേഹപൂർവ്വം ഈ അമ്മയുടെ അങ്കിയിൽ പിടിച്ചുള്ള നമ്മുടെ ജീവിതയാത്ര ഒരാപത്തിലും പെടുത്താതെ, ഒരു പാപത്തിലും പെടുത്താതെ പരിശുദ്ധ അമ്മ മനോഹരമായിട്ട് നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മ ചെയ്തു തരുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതം നിറഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു പ്രവൃത്തിയിലും എനിക്കൊരിക്കലും സംശയിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റുകളെക്കുറിച്ച് ഞാൻ സംശയിച്ചിട്ടില്ല, അതെനിക്ക് ഭാരമായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് ദുഃഖം തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ പരിശുദ്ധ അമ്മ അനുവദിക്കുന്നതും അമ്മ അനുഗ്രഹിക്കുന്നതുമാണ്. അതുപോലെ ഈ അമ്മ നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെല്ലുന്ന ഒരാൾ പോലും ഒരിക്കലും നശിച്ചു പോകാൻ അമ്മ ഇടയാക്കില്ല എന്നുള്ളത് 100% സത്യമാണ്. പരിശുദ്ധ ഈ അമ്മയുടെ അങ്കിയിൽ നമ്മളെയും അമ്മ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് നമ്മളെല്ലാം സമ്പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യാം. മരിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ
പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ.